ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും, അതായത് എല്ലാ ഫോൺ ബ്രാൻഡുകളും അവരുടെ ആൻഡ്രോയിഡ് 16 വേർഷൻ, അതായത് അവരുടെ OS വേർഷൻ ലോഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പിക്സൽ 10 ഓൾറെഡി ആൻഡ്രോയിഡ് 16 ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാറായിട്ടുണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണുകൾ S24 Ultra, S23 Ultra, S25 Ultra ഇവർക്കൊക്കെ ഓൾറെഡി 1.8 കിട്ടി, അതായത് ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് കിട്ടി. അപ്പോൾ ഇനി വരാനുള്ളത് മെയിനായിട്ട് നമ്മുടെ ഓക്സിജൻ OS 16. ഞാൻ അതിൻ്റെ ബീറ്റ വേർഷൻ, അതിൻ്റെ കാര്യം നമ്മളൊന്ന് പറയാൻ പോകുന്നില്ല. ബീറ്റ വേർഷൻ ഒറിജിൻ OS 6ൻ്റെ ബീറ്റ വേർഷനും അതുപോലെ തന്നെ ഓക്സിജൻ OS 16ൻ്റെ ബീറ്റ വേർഷനും നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസ്ഥ കാരണമൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ നത്തിങ് ഫോണിലും നത്തിങ് OS 6 അല്ലെങ്കിൽ നത്തിങ് OS 16 വരാൻ 16 അല്ലേ, നത്തിങ് OS 4 വരാൻ പോകുന്നുണ്ട്. എല്ലാം കൂടി മാറിപ്പോയി. നത്തിങ് OS 4 വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും പെൻഡിങ്ങിലാണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ ആൻഡ്രോയിഡ് അല്ല നമ്മുടെ വിവോൻ്റെ ഒറിജിൻ OS 6ൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഓക്സിജൻ OS 16ൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാം കൂടി ആകെ അവിയിൽ വരുമായി. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഒറിജിൻ OS 6ൻ്റെ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഇതെല്ലാം അത് അവരെന്ത് ബേസിസിലാണ് അത് അപ്രൂവ് ചെയ്യുന്നത് എന്താ സംഭവം എനിക്കറിയില്ല. എൻ്റെ ഒറിജിൻ OSൻ്റെ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് അവർ റിജക്ട് ചെയ്തു. എന്താ വെച്ചാൽ സൈനപ്പ് അവർ ഫെയിലായി. എന്താ വെച്ചാൽ യുവർ സൈനപ്പ് വാസ് നോട്ട് അപ്രൂവ് ദിസ് ടൈം, സ്റ്റേ ട്യൂൺ ഫോർ ന്യൂവർ വേർഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അവർ. ഞാൻ ആക്ച്വലി നമ്മൾ വീഡിയോ പർപ്പസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബീറ്റ വേർഷൻ ഇത് നിങ്ങളുടെ പ്രൈമറി ഫോൺസുകളാണെങ്കിൽ ഒരു സാധനത്തിൽ നിങ്ങളുടെ പ്രൈമറി ഫോൺ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യരുത് കേട്ടോ ടു ബീറ്റ പ്രോഗ്രാം. എന്താ വെച്ചാൽ അതിൽ നിറച്ച് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിറച്ചുണ്ടാവില്ല, എന്നാലും ഉണ്ടാവും. ക്രാഷ് ആവാനൊക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ഫോണുകളിൽ ഇതുപോലെ ബീറ്റ പ്രോഗ്രാംസ് അപ്ഡേറ്റ് ചെയ്യരുത്, അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ. അപ്പോൾ ഒറിജിൻ OS എന്തായാലും ലേറ്റ് ആകുന്നു. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഫോണിൽ ഒറിജിൻ OS കിട്ടുമോ, IQ Z9 ഒറിജിൻ OS കിട്ടുന്നു, അതിൻ്റെ ഇഷ്ടം പോലെ കമൻറ്റ്സ് വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒറിജിൻ OS എന്ന് പറയുന്നത് ഒരു പുതിയ വേറൊരു സംഭവം, ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഈ ഒറിജിൻ OSൻ്റെ ബീറ്റ പ്രോഗ്രാം വന്നേക്കുന്നത് IQൻ്റെ 13 സീരീസുകൾക്കും അതുപോലെ തന്നെ Vivo X200 Pro സീരീസുകൾക്കുമാണ്. എല്ലാ മോഡൽസുകൾക്കും ഈ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് കിട്ടില്ല. അതും സെലക്ട് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ബീറ്റ പ്രോഗ്രാം എല്ലാവർക്കും കിട്ടില്ല, പക്ഷേ സ്റ്റേബിൾ വെർഷൻ എല്ലാവർക്കും കിട്ടും, മിക്ക ആൾക്കാർക്കും കിട്ടും. അതായത് നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് 16ലേക്ക് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിൻ OS 6 കിട്ടും. അല്ലാണ്ട് ഒറിജിൻ OS 6 സെപ്പറേറ്റ് ഒരു സാധനമല്ല. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ചില ഫോണുകൾക്ക് 3 കൊല്ലം അപ്ഡേറ്റ് ഉണ്ടായിരിക്കും OS അപ്ഡേറ്റ്, ചില അതിന് 4 കൊല്ലം OS അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നിങ്ങൾ 2 കൊല്ലം മുമ്പ് വാങ്ങിച്ചാണ് നിങ്ങളുടെ ഫോണിൽ 5 കൊല്ലം OS അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിൻ OS 6 കിട്ടും. അത് ഇന്ന മോഡലിൽ കിട്ടില്ല, അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഈ OS അപ്ഡേറ്റ് എത്ര കൊല്ലം ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഏത് മോഡലാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിൻ OS 6 കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒറിജിൻ OS 6 എന്ന് പറയുന്നത് ഒരു വേറെ സെപ്പറേറ്റ് സാധനമൊന്നുമല്ല. അവർ ഫൺ ടച്ച് OS 16 പകരം ഒറിജിൻ OS 6 ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫൺ ടച്ച് OSനെ അവർ നിർത്തി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവർ ഗ്ലോബലി ഒരു OS ആക്കാനുള്ള പരിപാടിയിലേക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് പണി കുറവാണല്ലോ, അതായിരിക്കും ഇതിൻ്റെ പിന്നിൽ വരുന്നേക്കുന്നത്. അപ്പോൾ അതെടുത്ത കാര്യം തന്നെ ഓക്സിജൻ OS ഞാൻ ആക്ച്വലി ഓക്സിജൻ OSൻ്റെ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് OS 16 പക്ഷെ അത് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. റിവ്യൂ അപ്രൂവോ ആയിട്ടില്ല, റിജക്റ്റും ആയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഒരു ഇതിൻ്റെ അപ്ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഞാൻ നോർമലി ബീറ്റ പ്രോഗ്രാം നമ്മൾ ഒന്നാമത് ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റി സംബന്ധത്തിലുള്ളതാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ ഇതിൽ ഒന്നാമത് ഇതിൻ്റെ സ്മാർട്ട് ഫോൺ ആർട്ടിസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പണ്ടും ഇടയ്ക്ക് ചില എക്സാമ്പിൾ ഞാൻ സാംസങ്ങിൻ്റെ മുമ്പ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ബീറ്റ പ്രോഗ്രാംസിലേക്ക് ഞാൻ കയറാറുണ്ട്, എന്താ പറയുക, ഡെവലപ്പറിൻ്റെ രീതിയിൽ. പക്ഷേ ബാക്കി ബ്രാൻഡുകൾക്കൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആക്ച്വലി വിവോൻ്റെയും അതും ഒറിജിൻ OS വന്ന കാരണമാണ് ഞാൻ അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യാറൊന്നുമില്ല. വിവോൻ്റെ ഫൺ ടച്ച് OS എനിക്ക് വലിയ പിടുത്തമില്ലാത്ത സാധനമാണ്. പക്ഷേ ഓക്സിജൻ OS ഞാൻ ആക്ച്വലി അതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അഗെയിൻ ഞാൻ 13S വാങ്ങിച്ചത് OnePlusൻ്റെ. ഞാൻ ഇതൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം 1 മാസം കഴിഞ്ഞപ്പോൾ സോൾഡ് ഔട്ട് ചെയ്തായിരുന്നു. OnePlusൻ്റെ കുറേ ഫോണുകൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി തന്നെ എത്ര ഫോണാണ് എടുക്കുന്നത് അറിയാം. OnePlus 13S 2 പോയി. രണ്ടാമത്തേത് Nord 5 നമ്മൾ 3 വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. Nord CE5 എടുത്തിട്ടുണ്ടായിരുന്നു. OnePlus 13 എടുത്തിട്ടുണ്ടായിരുന്നു. OnePlus 13 എല്ലാ മോഡലും എടുത്തിട്ടുണ്ടായിരുന്നു. 13R എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ആയും ചെയ്തു. 13 ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ എന്താ സംഭവിച്ചത്, ഞാൻ 13S ഞാൻ ഞാൻ 13R എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ 13Sലേക്ക് മാറിയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഡിസൈനാണ് ഇനി ആക്ച്വലി അടുത്ത മോഡൽസിലൊക്കെ വരാൻ പോകുന്നത്. 15 ആയിക്കോട്ടെ 16 ആയിക്കോട്ടെ. എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ ലെൻസ് വരും. ഇതിലിപ്പോൾ ആക്ച്വലി വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലല്ലോ. അപ്പോൾ അതിന് വരെ ഇവിടെ ഒരു എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരും. ഫോൺ നോർമൽ വലുതാവും, അത്രേ ഉള്ളൂ ഡിഫറൻസ് വരാൻ പോകുന്നത്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
പണ്ടത്തെ ഓപ്പോൻ്റെ ഫോണിലൊക്കെ ഉണ്ടാകുന്ന ഡിസൈനാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കാൻ പോകുന്നത് വെച്ചാൽ അവർക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സുകൾ വരുമ്പോൾ പണി കൂടുതലാണ്, R&D ഡിപ്പാർട്ട്മെന്റ്സിന് പണി കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കാനുള്ള പരിപാടിയിലാണ് ഈ വിവോ ഒറിജിനോയ്സ് ആക്കുന്നതും ഗ്ലോബലി. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ അവർ ഓപ്പോൻ്റെ ഡിസൈനായിട്ട് കൂടിച്ചേർക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഡിസൈൻ എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് എന്തായാലും നമ്മുടെ നോർമൽ OnePlus 13 13R ഡിസൈനായിട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഓപ്പോൻ്റെ X സീരീസ് പണ്ടത്തെ ഫോണുകൾക്കൊക്കെ ഈ ഡിസൈൻ, ഇനി വരാൻ പോകുന്ന ഫോണുകൾക്ക് ഈ ഡിസൈൻ ആയിരിക്കും കേട്ടോ, നോക്കിക്കോ. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ലാണ് ബൈ.